എന്താണെന്നും അദ്ദേഹം പറഞ്ഞു തരുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ജിന്ന് ബാധിക്കുന്നത്? ഈ ജിന്ന് ബാധിച്ചാൽ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ലഘുവായിട്ടൊന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ജിന്ന് ബാധിക്കുന്നത് ആളുകളെ? എല്ലാ ജിന്നും ബാധിക്കുമോ? എല്ലാവരും ബാധിക്കുമോ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, പ്രധാനമായി 3 കാരണങ്ങളാണ് ജിന്ന് ബാധിക്കുന്നത്. ഒന്ന്, സ്നേഹം മൂലം. സ്നേഹം മൂലം എന്ന് പറഞ്ഞാൽ സുന്ദരിയായൊരു പെണ്ണ്, ആ സുന്ദരി പെണ്ണോട് താല്പര്യം തോന്നുന്നു, അവൾ പ്രവേശിക്കുന്നു. അല്ലെ നല്ലൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനിൽ പ്രവേശിക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് അവർ ശാരീരിക സുഖങ്ങൾ അനുഭവിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആനിൽ സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ലം യത്മിസ്ഹുന്ന ഇൻസും ഖബ്ലഹും വലാ ജാൻ. അവർക്കും മനുഷ്യരോ ജിന്നുകളോ സ്പർശിച്ചില്ല. ഈ സ്പർശനം എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധമാണ്. ഇവിടെ ഇങ്ങനെ ചികിത്സക്ക് വരുന്ന ആളുകളെ അവരോട് ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട്, അവരുമായി ശാരീരിക ബന്ധം പുറത്തുനിന്ന് അവർക്ക് അനുഭവപ്പെടാറുണ്ട് എന്നുള്ളതാണ്. അത് പുരുഷന്മാരും പറയാറുണ്ട്, സ്ത്രീകളും പറയാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം എന്ന് വെച്ചാൽ അവർ കല്യാണം കഴിച്ചാലും ഈ സ്ത്രീക്ക് ഭർത്താവിനും വേണ്ടി വരില്ല, ഭർത്താവിന് ഈ ആണിന് ഭാര്യയും വേണ്ടി വരില്ല. അവരല്ലാതെ തന്നെ അവർ ജീവിച്ചു പോവുകയാണ്. എന്ന് മാത്രമല്ല ഗർഭം പോലും ധരിക്കില്ല. കാരണം ഗർഭിണിയാവുന്നതൊക്കെ ഈ ഉള്ളിലുള്ള ജിന്നിന് ഇഷ്ടമല്ല, ഗർഭിണിയാവുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഗർഭമൊക്കെ അലസി പോകാനൊക്കെ. ഇനി ഈ ജിന്ന് പ്രവേശിക്കാനുള്ള ചില രംഗങ്ങളുണ്ട്. രംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊരാളേക്കും പെട്ടെന്ന് ഒരു ജിന്നും കടന്നു വരാൻ സാധ്യമല്ല. ഒന്ന്, ശക്തമായ പേടി, ശക്തമായി പേടിക്കുക. ചിലപ്പോൾ ഇടിമിന്നലായിരിക്കും, അല്ലെ ചിലപ്പോൾ ഏതെങ്കിലും സാധനം മുന്നിൽ വന്ന് വീണപ്പോഴായിരിക്കും പെട്ടെന്ന് പേടിക്കുക. ഒരിക്കലുള്ള ഒരു ജിന്ന് പറഞ്ഞതെന്ന് വെച്ചാല്, നീ എങ്ങനെയാണ് പ്രവേശനം എന്ന് ചോദിച്ചോ പറഞ്ഞത്, ഞാനൊരു കറുത്ത പട്ടിയുടെ രൂപത്തിൽ ഇവളുടെ അടുത്ത് ചെന്നിട്ട് ഇവളെ ഞാൻ ഇങ്ങനെ ഓടിച്ച് അങ്ങനെ അവള് വീണ് എന്നാ പറഞ്ഞത്. ഈ രോഗി ബോധത്തിലേക്ക് വന്ന സമയത്ത് ഈ സംഭവം ചോദിച്ചു. അപ്പൊ പറഞ്ഞത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഈ രോഗം തുടങ്ങുന്നതിന് മുമ്പുള്ള സംഭവം പറഞ്ഞത്. അന്ന് വേനൽക്കാലമായിരുന്നു, മുറ്റത്ത് വെച്ചാണ് ഞങ്ങൾ കഞ്ഞിയൊക്കെ വെച്ചിരുന്നത്. അങ്ങനെ ഒരു കറുത്ത പട്ടി വന്ന് വല്ലാതെ ശല്യപ്പെടുത്തി. അപ്പം ഞാൻ ഉമ്മാന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓടി വീടിനകത്തേക്ക് കയറി അവിടെ അങ്ങ് വീണ് എന്നാ പറഞ്ഞത്. അതിനുശേഷമാണ് ഈ രോഗം ആരംഭിക്കുന്നതാണ് രോഗിയുടെ ബന്ധുക്കൾ പറയുന്നത്. കോഹിനൂർ വെച്ചിട്ട് കുണ്ടിൽ അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ജിന്ന് ചാത്തസേവന്റെ അടുത്ത് പോകുന്നത്. അദ്ദേഹത്തിന് പോയിട്ട് അദ്ദേഹത്തിൽ ഖുർആൻ ഓതിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ തലവെച്ച് ഖുർആൻ ഓതിയത്. അല്ല, അദ്ദേഹം ചികിത്സിക്കാൻ വേണ്ടിയില്ല. ഒരാളും സ്വയം ഇഷ്ടപ്പെടാതെ ചികിത്സ ഭരിക്കൂല. എനിക്ക് ചികിത്സിക്കണമെന്നൊരാൾ ആത്മാർത്ഥ തീരുമാനിച്ചാൽ പോലും ചികിത്സിക്കാൻ പ്രയാസമാണ്. അങ്ങനെ ഒരാൾ തീരുമാനിക്കുന്നതിന് ചികിത്സിക്കാൻ സാധ്യമല്ല, പ്രയാസം, ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെ തലയൊക്കെ വെച്ചത് ഉടനെ ആ ആളുകൾ കണ്ടു നിന്നതാണ് അദ്ദേഹം ഇളകി എഴുന്നേറ്റ് ഓടി എന്നുള്ളത്. വയസ്സനായി വടിയും കുത്തിപ്പിടിച്ചെന്ന ആള് ഇത് ഓതി ഉടനെ ഇളകി, എന്നെ നിങ്ങൾ പുറത്താക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടുകയാണ്. അദ്ദേഹം മകനടക്കാൻ സാക്ഷിയാണ്. അതിനുശേഷം അയാൾ പൂജ ചെയ്യുന്ന റൂം സന്ദർശിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. അപ്പോൾ കുറെ നിർബന്ധിച്ചിട്ട് അയാൾ സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം പൂജ ചെയ്യുന്ന റൂമിലേക്ക് ചെന്ന് അവിടെ ചെന്നപ്പോൾ ഒരു കറുത്ത പൂച്ച ചാടി വന്നു പറഞ്ഞേ ഒന്നും കയ്യിലൊന്നുമില്ല എന്നൊരു സ്റ്റൂളാണ് എടുത്തത്. ആ സ്റ്റൂൾ കൊണ്ട് അടിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോഴും പൂച്ച ജനലിന്റെ പുറത്ത് ചാടികളും ഇങ്ങനെ ഭയങ്കര പ്രതിഷേധത്തോടുകൂടി ഇങ്ങനെ വായും തുറന്നു നിന്നു. അപ്പോ നോക്കുമ്പോഴുണ്ട് അവിടെ ഒരു തടി ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പുറയിലായിട്ട് 2 കറുത്ത പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പൊ വിചാരിച്ചെന്നാൽ ഈ പൂച്ചക്കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന വിചാരിച്ചിട്ടായി ഈ പൂച്ച ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഇതിൽ പിന്നീട് ഞാൻ പല സ്ഥലങ്ങളിലും പൂച്ചക്കുഞ്ഞുങ്ങളുള്ളടത്ത് പൂച്ചേൻ്റെ അടുത്ത് പോയിട്ട് പല ടെസ്റ്റുകൾ നടത്തി. എന്തെങ്കിലും ചെയ്താൽ പൂച്ച ഇങ്ങനെ കാണിക്കുമെന്ന് അറിയാൻ വേണ്ടി. പൂച്ച ഇങ്ങനെ ചിലപ്പോൾ ഒന്ന് കരഞ്ഞൊക്കെ വരുമെന്നല്ലാതെ ഈ പൂച്ച കാണിച്ച പോലുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ എൻ്റെ കൂടെ വന്ന ആളുകൾക്ക് സാക്ഷിയാണ്. ഇതിനുശേഷം ഞാൻ പല ജിന്ന് സേവ ചെയ്യുന്ന സ്ഥലങ്ങൾ നോക്കുമ്പോൾ ഈ കറുത്ത പൂച്ചകളൊക്കെ കൂടുതൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില കേസിൽ നമ്മൾ കാണാൻ സാധിക്കും വർഷങ്ങളായിട്ട് ഇങ്ങനെ കുട്ടി ഉണ്ടാവാതെ എന്നും പൂജാരി അടുത്ത് പോയിട്ട് അവസാനം പൂജയൊക്കെ ചെയ്തപ്പോൾ ഉടനെ തന്നെ കുട്ടിയുണ്ടായി. അല്ലെങ്കിൽ ആ തുലാഭാരം കഴിച്ചപ്പോൾ ഉടനെ കുട്ടിയുണ്ടായി. അല്ല ഇന്ന ജാർത്തിപ്പ് നേർച്ച ഉടനെ കുട്ടിയുണ്ടായി എന്നൊക്കെ ചിലപ്പോൾ കാണാൻ സാധിക്കും. ഇവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രവർത്തനം മൂലം ഇവരിൽ ബാധിക്കുന്ന ജിന്നങ്ങൾ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഓക്കെ. പിന്നെ ചില വിവാഹ ബന്ധം തടസ്സപ്പെടുന്ന ചില സീറൊക്കെ എങ്ങനെ വെച്ചാൽ ഭർത്താക്കന്മാർ ഇങ്ങനെ കാണും, അല്ല പുതിയാപ്പിളമാർ വന്നിങ്ങനെ കാണും, ഒരു പ്രാവശ്യം വരുള്ളൂ, പിന്നെ അങ്ങോട്ട് വരില്ല. അങ്ങനെ ഡസൻ കണക്കിന് ആളുകൾ വന്ന് കാണുകയും എന്നാ പെണ്ണിനുള്ള സൗന്ദര്യമുണ്ട്, പക്ഷെ വിവാഹം നടക്കൂല. അങ്ങനെയുള്ള കേസ് 2-3 പ്രാവശ്യമായി ഖുർആൻ
അനുസരിച്ചുള്ള ചികിത്സ, ഖുർആൻ ഓതി ചികിത്സിച്ച ഇതിട്ട് കല്യാണം നടക്കുന്ന സംഭവങ്ങൾ എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. പിന്നെ വന്ന് കണ്ട അതേ പയ്യൻ വിവാഹം കഴിച്ചതായിട്ട്. മറിച്ച് എത്രയോ ആളുകൾ വന്ന് കണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ സംഭവിക്കുന്നത് ഈ യുവാവ് വന്ന് ഈ യുവതിയെ കാണുമ്പോൾ പിശാച് തഹയിലുണ്ടാകും. തഹയിൽ എന്ന് നമുക്കറിയാലോ, മൂസാ നബി ഇസ്ലാമിന്റെ എതിർക്കാൻ വന്ന സാഹർമാരെ എന്ത് ചെയ്തത്?